ഹായ് ഗൈസ്, നമ്മളിന്ന് നേരെ തണ്ണീർമുക്കത്തിനാണ് പോകുന്നത് കേട്ടോ. തണ്ണീർമുക്കത്ത് രാവിലെ ഒരു 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് രാവിലെ തണ്ണീർമുക്കത്ത് പോയി ചായ കുടിക്കാന്നുള്ള കണക്കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു റൈഡും ആവും. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ലോങ് വീഡിയോ എന്നൊക്കെ ഒരുപാട് വേണമെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ തണ്ണീർമുക്കത്തിനാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ കുമരകത്ത് ഉള്ള തണ്ണീർമുക്കം ബണ്ട്. അത് അറിയത്തില്ലാത്തവരായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. അറിയത്തില്ലാത്ത ആൾക്കാർ ഏതായാലും ഈ വീഡിയോ ഉണ്ടോ. നമ്മുടെ വീഡിയോയൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടണം കേട്ടോ. നമുക്ക് ഇത്തരത്തിലുള്ള ഈ റൈഡും ഇതുപോലുള്ള ബൈക്കിലുള്ള യാത്രയും പരിപാടിയൊക്കെയുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആ ഒരു പരിപാടിയാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ നാളായി ചാനൽ തുടങ്ങിയിട്ടെങ്കിലും ഇതുവരെ റീച്ചൊന്നും ആയിട്ടില്ല. ഇടയ്ക്കൊക്കെ 1-2 വീഡിയോ ഒക്കെ ഇങ്ങനെ റീച്ചായി പോകുന്നതല്ലാതെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പരിപാടിയൊന്നും നടക്കുന്നില്ല. കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ലാത്ത കാരണം ഇപ്പം 3-4 വീഡിയോ ഒക്കെ ആയതേ ഉള്ളൂ. ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷം ഇടാൻ തുടങ്ങിയിട്ട് കേട്ടോ. അതിനുശേഷം ഇട്ട വീഡിയോ ഒക്കെ ഭയങ്കര മടുപ്പാണ്. വ്യൂവേഴ്സൊന്നും ആരുമില്ല, ആർക്കും വേണ്ട നമ്മുടെ വീഡിയോ ഒന്നും. അപ്പോൾ കുറച്ച് നാൾ ഞാൻ വീഡിയോ ഇടാഞ്ഞതിൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല. ഒരു 100 വ്യൂവേഴ്സ് 150 വ്യൂവേഴ്സൊക്കെയാണ് കഴിഞ്ഞ വീഡിയോക്കൊക്കെ ഈ ലാസ്റ്റായിട്ടിട്ട വീഡിയോസിനൊക്കെ അത്രയും വ്യൂവേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. അത് കാരണം ഭയങ്കര ശോകമാണ്. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള കൂടുതൽ ലോങ് വീഡിയോസിനൊക്കെയാണ് എൻ്റെ ഒത്തിരി വ്യൂവേഴ്സൊക്കെ ഉള്ള വീഡിയോസൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോസിനൊക്കെയാണ് കേട്ടോ ഒത്തിരി വ്യൂവേഴ്സൊക്കെ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ലോങ് ആയിരിക്കും ഈ വീഡിയോ. അപ്പം രാവിലെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി തണ്ണീർമുക്കത്തിന് പോവുകയാണ് കേട്ടോ. അവിടെ നല്ല രസമുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഈ ബണ്ടിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ 2-3 കടകളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രാവിലെ നല്ല സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് നമുക്ക് ചായ കുടിക്കാം. അടിപൊളി വൈബായിരിക്കും. അപ്പം നമ്മൾ നേരെ തണ്ണീർമുക്കത്തിലാണ് ഗൈസ് പോകുന്നത്. അപ്പം തണ്ണീർമുക്കത്തൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ നേരെ പോവുകയാണ് ഗൈസ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. തേജസ്നാണ് അവൻ്റെ പേര്. അവനുണ്ട് കൂടെ. എൻ്റെ പുറകിൽ ഇരിപ്പുണ്ട് ഗൈസ്. മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞത് മിണ്ടിപ്പോകരുത്, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് പുറകിൽ ഇരുത്തിയിരിക്കുന്നത്. പിന്നെ രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വാകത്താനം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഞാലിയാകുഴിയിൽ നിന്ന് നമ്മൾ കോട്ടയത്തിന് പോകുന്ന വഴിയാണ്. ഇത് കോട്ടയം നാട്ടകം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. നാട്ടകം കോട്ടയത്തിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെ. കോട്ടയം ഇവിടുന്ന് കുറച്ചൊരു 1.5 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ കോട്ടയമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്. ഈ മെയിൻ റോഡിലോട്ട് കയറിയപ്പോൾ ഉള്ള വ്യത്യാസം കണ്ടോ. അടിപൊളി ഒരു വഴിയല്ലേ, അടിപൊളി വഴിയാണ്. അത്ര അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. രാവിലെ ഒരു 6:30 ആകുന്നതേ ഉള്ളൂ സമയം. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആയി വരുന്നു റോഡിൽ. നല്ല ലൈറ്റ് കണ്ടോ. വലത്തെ സൈഡിലോട്ട് നോക്കി അവിടെ നിന്ന് സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് ആ സൈഡിൽ കാണുന്നത് കേട്ടോ. നമുക്കിവിടുന്ന് ഇടത്തേക്കാണ് പോകേണ്ടത്. ഇടത്തേക്ക് നമ്മൾ തിരിഞ്ഞ് നെല്ലിക്കൽ ചെന്നിട്ട് ഇല്ലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇല്ലിക്കൽ ചെന്നിട്ട് അവിടെ നിന്നാണ് കുമരകത്തിന് പോകുന്നത് കേട്ടോ. ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ അടിപൊളി കുറേ കാഴ്ചയുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 2 സൈഡിലും കണ്ടമൊക്കെ ആയിട്ട് നെൽപ്പാടങ്ങളും നെൽകൃഷികളും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര വൈബാണ്. അപ്പോൾ എന്തായാലും ഈ റോഡും ഇതിലെ കൂടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡില്ലേ, AC റോഡ്, ആ ഒരു വൈബാണ് കേട്ടോ. ഇവിടെ 2 സൈഡിലും നെൽപ്പാടങ്ങളും നെൽകൃഷികളും സ്ട്രെയിറ്റ് റോഡും ആ ഒരു സെയിം വൈബ് തന്നെ ഇത്. ഇവിടെ മഴക്കാലത്ത് ഇവിടെ ഭയങ്കര വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. 2 സൈഡിലും വെള്ളം ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണത്. നമ്മൾ ഇച്ചിരി കൂടി രാവിലെ പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അലാറമൊക്കെ വെച്ച് എഴുന്നേറ്റൊക്കെ വന്നപ്പോഴത്തേക്കിന് ഈ സമയമായത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ നമുക്ക് പോകാമായിരുന്നു. ഇത് നല്ല രസമുള്ളൊരു പരിപാടി, രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോകുന്നതൊക്കെ. കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ലാത്ത കാരണം നമ്മുടെ ചാനലിന് തീരെ ഒരു റീച്ചില്ല കേട്ടോ. അതിങ്ങനെ ഡൗൺ ആയി കിടക്കുവാണ്. ഇനി പതുക്കെ റെഡിയായി വരണം. വ്യൂവേഴ്സൊക്കെ പതുക്കെ തിരിച്ച് വരണം. നമുക്ക് അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വീഡിയോ ഇടുന്നിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ, ഇനി ആൾക്കാർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ, ഇനി കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ഇട്ടോണ്ടേ ഇരിക്കുന്നു. നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആളുകൾ നമ്മളെ തപ്പി വരും. ആ ഒരു സമയം വിദൂരമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. കാണുന്നൊരു കാണണ്ടല്ലേ. നമുക്കിപ്പം നീ എൻ്റെ വീഡിയോ കണ്ടേ പറ്റുള്ളൂ പറയാനൊന്നും നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ വീഡിയോ കാണും തീർച്ചയായിട്ടും. അങ്ങനെ കാണുന്ന കുറേ ആൾക്കാർ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല. 10-100 വ്യൂവേഴ്സേ ഉള്ളൂ ആകെപ്പാടെ നമ്മുടെ വീഡിയോസ്. സാരമില്ല, ആൾക്കാരൊക്കെ തിരിച്ചു വരും. ഇത് ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇല്ലിക്കൽ ഇവിടുന്ന് ഇനി കുമരകം, നേരെ കുമരകം. ഈ കാണുന്ന ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
മീനച്ചിലാറാണ് കേട്ടോ, മീനച്ചിലാർ. നമ്മുടെ ആമ്പൽ വസന്തം വരത്തില്ലേ, ആ സ്ഥലത്തിൻ്റെ പേരിനാണ് മലരിക്കൽ. എന്നിട്ട് ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ, മലരിക്കൽ പോകുന്ന വഴി. ഇവിടുന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണ് മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലം. അപ്പം മലരിക്കലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ജംഗ്ഷനിലൂടെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ജംഗ്ഷനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും. മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊട്ടുമിക്ക ആളുകളും വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, ഇവിടുത്തെ ആമ്പൽ വസന്തം കാണാനായിട്ട് കോട്ടയത്തെ. അതിവിടെയാണ്. ഇത് നല്ല റോഡാണ് കേട്ടോ, പക്ഷേ ഉണ്ടല്ലോ വീതി തീരെ ഇല്ല, തീരെ വീതി കുറവാണ്. റോഡ് മാത്രമേ ഉള്ളൂ, റോഡിൻ്റെ സൈഡിലോട്ടൊന്നും വീതിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ കൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് ഓടിക്കണം. വളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഈ സ്ഥലത്തെ ഒരുപാട് ആൻറ്റിക് ഷോപ്പുകളുണ്ട് കേട്ടോ. പഴയ സാധനങ്ങളൊക്കെ പുരാവസ്തുവൊക്കെ വിൽക്കുന്ന കടകളാണ് ആ കണ്ടത്. പഴയ കാളവണ്ടിയുടെ ടയറും റാന്തൽ വിളക്കുകളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കാഴ്ചയ്ക്കുള്ളൊരു സംഭവം തന്നെ ഉണ്ട് അവിടെ. പക്ഷെ അത് കാണാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ കയറി കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഈ സൂര്യൻ്റെ വെയിൽ ഒരുപാട് വരുന്നതിന് മുന്നേ അവിടെ ചെന്നൊരു ചായ കുടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്നറിയോ, ഭയങ്കര വെയിൽ കൂടിക്കഴിഞ്ഞാൽ ചൂടത്ത് നിന്ന് അങ്ങനെ ചായ കുടിക്കുന്നത്, ചൂട് ചായ. ഈ ഒരു തണുപ്പുണ്ടെങ്കിലല്ലേ ചായ കുടിച്ചിട്ട് രസമുള്ളൂ. ഇത് നേരെ കുമരകത്തിനുള്ള റോഡാണ് കേട്ടോ. കുമരകം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കോട്ടയംകാർക്ക് എന്തായാലും അറിയാം കുമരകം എന്ന് പറഞ്ഞാൽ. കോട്ടയത്തിൻ്റെ കുട്ടനാടല്ലേ കുമരകം. ഇവിടെ നേരെ ചേർത്തലയിൽ നേരെ എറണാകുളമാണ് കേട്ടോ ഈ റൂട്ട്. ചേർത്തല എന്നിട്ട് പിന്നെ അവിടുന്ന് എറണാകുളം പോകുന്ന റോഡാണ്. ഈ രണ്ട് സൈഡും നോക്കി, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് പോലില്ലേ, രണ്ട് സൈഡിലും കണ്ടമാണ് കേട്ടോ. വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് വെള്ളം കയറ്റി ഇട്ടേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്, നെൽകൃഷിക്ക് വേണ്ടിയിട്ട്. അല്ലാതെ വെള്ളം ഇവിടെ കാണാൻ ഇപ്പം ഈ ഒരു സമയത്ത് ഇതുണ്ടാവും. ഇപ്പുറത്തെ അടുത്ത സൈഡിലോട്ട് നോക്കി, നല്ല മഞ്ഞ കളർ നെല്ല് നല്ല വിളഞ്ഞ് നിൽക്കുന്നുണ്ടാവും. കൊയ്യാറായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് ഭയങ്കര രസമാണ്. ഈ സൂര്യപ്രകാശം കൂടി അടിക്കുമ്പോഴത്തേക്കിനും അതിങ്ങനെ തിളങ്ങും. വല്ലാത്തൊരു രസമാണ് അത് കാണാനായിട്ട്. ഇവിടെ കൂടുതലും നെൽകൃഷിയാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പോയി. മഴ സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ദുരിതമാണ് കേട്ടോ ഇവിടുത്തെ താമസം. ആലപ്പുഴ എന്ന് പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴയുടെയൊക്കെ ഒരു ചെറിയ ഭാഗങ്ങൾ അറ്റഭാഗങ്ങളായിട്ട് വരും ഇവിടെ. ഈ ഒരു ഭാഗമൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ കുട്ടനാടിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ. നല്ല റോഡാണ് കേട്ടോ. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഹമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകാനൊക്കത്തില്ല, പെട്ടെന്നായിരിക്കും സാധനം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ വണ്ടി പൊങ്ങി തെറിച്ച് പോകാനൊക്കെ ചാൻസ്. അതുകൊണ്ട് മീഡിയം സ്പീഡിലേ പോകാനൊക്കെ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എല്ലാം അത് പണിത് വെച്ചിട്ടുണ്ട്. അത് കാരണം സൂക്ഷിച്ച് വേണം ഇതിലെ കൂടെ വണ്ടി ഓടിക്കാൻ. അങ്ങനെ നമ്മൾ കുമരകത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുമരകം. ഈ ഒരു പാലം കണ്ടോ, ഈ നേരെ കാണുന്ന പാലം, ഒരു 3-4 വർഷം എടുത്തു കേട്ടോ ആ ഒരു പാലം പണിയാനായിട്ട്. ഭയങ്കര ദുരിതമായിരുന്നു. ഇവിടുന്ന് വട്ടം കറങ്ങിയൊക്കെയായിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. എന്നാ പറ്റി, ഇലക്ഷനൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ട് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തിയത്. പെട്ടെന്നുള്ളൊരു ഉദ്ഘാടനം വരെ, അതുവരെ ഭയങ്കര പണിയായിരുന്നു ഇവിടെ കേട്ടോ. ഭയങ്കര പണി, ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ന്യൂസിലൊക്കെ വന്നൊരു പാലമാണത്. കുമരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ. ഇത് കുമരകം ടൗണാണ് കേട്ടോ. ഇതാണ് കുമരകം എന്ന് പറയുന്ന സ്ഥലം. തീരെ വീതി കുറഞ്ഞ റോഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ആറ്റി കിടക്കാം കേട്ടോ. അപ്പുറ സൈഡിൽ നിന്നോട്ട് നോക്കി ആറ്റി പോവും. നമ്മൾ ഇങ്ങനത്തെ ഒരു ഷോട്ട് നമ്മുടെ വീഡിയോക്കകത്ത് ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ക്യാമറയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോട്ട് പരീക്ഷിച്ച് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്യാമറ വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിപാടിയാണത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ. ഈ വ്യൂവും പരിപാടിയും ഇതിൻ്റെ ക്യാമറയിലെ ആംഗിളും ഇതിൻ്റെ ഫ്രെയിമുകളും ഇതിൻ്റെ ഒരു വിഷ്വലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പറയുന്ന കമൻറ്റിനനുസരിച്ച് നമ്മൾ ഇതിനകത്ത് മാറ്റം വരുന്നതായിരിക്കും. പിന്നെ ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഉറപ്പായിട്ടും ചെയ്യണം, ചെയ്യാതെ പോകല്ലേ പ്ലീസ്. നമ്മുടെ കുമരകം പക്ഷി സങ്കേതം എന്നൊക്കെ പറയുന്ന സ്ഥലമില്ലേ, അത് ഈ പോകുന്ന റൂട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ. അതൊക്കെ ചാനലിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണേ. നേരം പതുക്കെ വെളുത്ത് സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെയിലായിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളീ പോകുന്ന വണ്ടി ഡോമിനാറല്ല കേട്ടോ. അത് ശ്രദ്ധിച്ചാറോ നിങ്ങളാരെങ്കിലും? നമ്മളീ പോകുന്ന വണ്ടി ഡോമിനാറല്ല ഗൈസ്. അത് വേറൊരു വണ്ടിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. പുറകെ ഇരിക്കുന്നവനെ കണ്ടോ?
അവൻ്റെ വണ്ടിയാണ് കേട്ടോ. അത് നല്ല കിടിലൻ വണ്ടിയാണ്. അത് ഒരു ദിവസം അതിൻ്റെ ഞാൻ റിവ്യൂ ഇടാം. അങ്ങനെ നമ്മൾ വേണ്ടേ ഏകദേശമൊക്കെ തണ്ണീർമുക്കത്തിന് അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ നേരെ ചേർത്തലോ നേരെ പോയി കഴിഞ്ഞാൽ നേരെ പിറവൊക്കെയാണ് തോന്നുന്നു. വൈക്കത്തിനുണ്ട് റോഡാണ് നേരെ. നമ്മളീ നേരെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തണ്ണീർമുക്കം വണ്ടി കയറി ചേർത്തലയാണ് കേട്ടോ. ചേർത്തലയും നമ്മൾ നേരെ എറണാകുളം ആ റൂട്ടാണ് കേട്ടത്. അപ്പോൾ ഈ ചേർത്തലയ്ക്ക് എത്തുന്നതിന് മുന്നേ ആണ് ഈ തണ്ണീർമുക്കം ബണ്ട് വരുന്നത്. അങ്ങനെ നമ്മൾ വേണ്ടേ തണ്ണീർമുക്കം ബണ്ട് കയറി തുടങ്ങി കേട്ടോ. നമ്മളിങ്ങനെ എത്തി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കാനായിട്ട് ചായക്കട തപ്പി പിടിക്കണം. ഇതിനകത്ത് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ചായക്കടകളൊക്കെ ഉണ്ട്. നമുക്കതിന് അവിടെങ്ങാനും പോയി നോക്കാം ചായ വല്ലതും ഉണ്ടോ. ഈ ബണ്ടെന്ന് പറയുന്ന സംഭവം വലിയൊരു പരിപാടിയാണ് കേട്ടോ. നല്ലൊരു കാണാനുള്ളൊരു സാധനം ഉണ്ട്. വേറെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കിടപ്പുണ്ടായിരിക്കും. ഇതാണ് ബണ്ട് കേട്ടോ. ഇത് ഈ കായൽ ഏതാണോ, വേമ്പനാട് കായലോ അങ്ങനെയാണ്ട് കായലാണ് കേട്ടോ. അതൊക്കെ നോക്കേണ്ടതായിരുന്നു. ശരിയാ, ഒന്ന് തപ്പിപ്പിടിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമായിരുന്നു പറയണമെന്നുണ്ടെങ്കിൽ. അത് ഞാൻ നോക്കിയില്ല കേട്ടോ. ഇത് ഏതോ ഒരു വലിയൊരു കായലാണ്, പ്രശസ്തമായിട്ടുള്ളൊരു കായലാണ്. ആ കായലിന് നടുവെയാണ് ഇതിങ്ങനെ ബണ്ട് കെട്ടിയിരിക്കുന്നത്. അങ്ങോട്ട് ഉപ്പുവെള്ളം കയറാതിരിക്കാനൊക്കെ ഉള്ള എന്നൊക്കെ പറയുന്നത് കേൾക്കാമായിരുന്നു. എനിക്കറിയത്തില്ല, ഇതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എന്തൊക്കെയോ സംഭവമാണ്. ഇത് പഴയ ബണ്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോൾ ഇതിന് പുതിയ ബണ്ട് പണിതുണ്ട് കേട്ടോ. ഈ ബണ്ട് പണ്ടിങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടൊക്കെ ഇരുന്നത്. നേരെ അത് ഇപ്പം റോഡ് നമ്മൾ നേരെ പണിതാണ് കേട്ടോ. നമ്മളല്ല, നേരെ റോഡ് പണിത്. ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് പോയി ഇങ്ങനെ വളഞ്ഞൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ചായക്കട കാണാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കടകളും ഒക്കെയാണ് കൂടുതൽ ചായ കുടിക്കാം. ഇവിടെ ഒരു കടകൾ പോലും ഇല്ല കേട്ടോ. ഈ കടകളെല്ലാം അടച്ചിട്ടേക്കുന്നത്. പക്ഷേ ഞാനെന്നാ ഇവിടെ ഒരു ചായക്കട ഉണ്ടായി. ഇവിടെ ഭയങ്കര വൈബല്ലേ രാവിലെ ഇവിടെ ചായ കുടിക്കാൻ. അയ്യോ, അത് ഭയങ്കര ശോഭമായി പോയി. സത്യം പറഞ്ഞാൽ രാവിലെ ഇവിടെ ഒരു കട കാണുമെന്ന് കരുതി. ഇവിടെ നല്ല വൈബുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. പക്ഷേ ഇവിടെ കടയൊക്കെ കാണുമെന്ന് കരുതി ഇവിടെ വന്ന. പക്ഷേ രാവിലെ ഇവിടെയൊക്കെ ഒരു കട ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ കട നടത്തുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ചെറിയ ചായക്കടയും പരിപാടിയൊക്കെ തുടങ്ങുവാൻ അടിപൊളി. പക്ഷേ ഇവിടെ പാതിരാത്രി വരെ കടകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും രാവിലെ തുറക്കാൻ എത്ര താമസം. രാവിലെ ഒരു ചായ കുടിച്ച് സെറ്റാണോന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവരിവിടെ വരുമ്പോൾ ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഇവിടെ മുഴുവൻ കടകളാണ് കേട്ടോ. മുഴുവൻ കടയുണ്ട്, ഫുള്ള് കടയാണ്. പക്ഷേ ഒരു കടയും തുറന്നിട്ടില്ല. പക്ഷെ ഇവിടെ നല്ല രസമാണ് കേട്ടോ. രാവിലെ നല്ല ഇളം വെയിൽ. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഈ ബണ്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ചായ കുടിക്കാമെന്ന് കരുതി അങ്ങോട്ട് പോയി. ഇവിടെ കടകളൊന്നുമില്ല. രാവിലെ ഒന്നും കടകളൊന്നുമില്ല. രാത്രിക്കൊക്കെ കടകളുള്ളത് കാരണം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം രാവിലെ ഇവർ തുറക്കാത്തത്. നമ്മുടെ ചങ്ങനാശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊക്കെ ഇങ്ങനെ ചായ ഉണ്ട്. വെളുപ്പിന് 4 മണി 3 മണിയൊക്കെ ആകുമ്പം തൊട്ട് ചായകളുണ്ട്. രാത്രിക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുന്ന ആളുകളും വെളുപ്പിനെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതൊരു എന്നാ പറയുന്നത്, ഒരു ആശ്വാസമാണ് കേട്ടോ. ചായ കുടിച്ച് വേറൊരു വൈബാണ്. നമ്മുടെ ആ ഏരിയയിലൊക്കെ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇവിടെ പക്ഷേ രാവിലെ ഒരു കടകളൊന്നും ഇല്ല കേട്ടോ. അതെന്നാ പറ്റിയ വാ.
നമുക്ക് കാണാൻ ഇവിടുത്തെ താഴോട്ട് ഇറങ്ങാം കേട്ടോ. അവിടെ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബണ്ടൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇത് മറ്റേ ബണ്ടിൻ്റെ ഇതാ കേട്ടോ. ഷട്ടർ തുറക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതുണ്ടോ. ഇത് മറ്റേ ഇതിന് പറയുന്ന പേരിനാടാ ഈ സാധനത്തിന്? ഹൈഡ്രോളിക്കിൻ്റെ ഇതാ കേട്ടോ. അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന സാധനം അതുണ്ട്. അവിടെ ഉണ്ട്. ആ ഉണ്ട്. അപ്പുറത്തുണ്ടോ കണ്ടോ? അയ്യോ അങ്ങോട്ടെങ്ങാനും പോയാൽ പോയി കേട്ടോ. ഭയങ്കര ആഴമായിരിക്കും. അപ്പുറത്തെ ക്ലോസ് ചെയ്തിട്ടേക്കും കേട്ടോ. കണ്ടോ? ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ മറ്റേ ബണ്ട് കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇറങ്ങുന്നത്. നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഒരു വള്ളം അവിടെ നടുക്ക് കിടക്കുന്നുണ്ടോ? അതെന്നാടാ കെട്ടഴിഞ്ഞ് വല്ലതും വന്നാണോ വള്ളം? അത് നോക്കി. ഇനി അത് തപ്പിയെടുക്കാൻ ആൾക്കാർ പറഞ്ഞല്ലോ. അങ്ങോട്ട് പോയാൽ ഒത്തിരി ചീനവലയുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കി. എടാ അങ്ങോട്ട് നോക്കിക്കേ. ഇഷ്ടംപോലെ ചീനവല. പക്ഷെ അങ്ങോട്ട് അങ്ങനെ കൂടാ. അതിനകത്തൊക്കെ ആൾക്കാർ വള്ളമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നല്ല പരിപാടിയല്ലേ. വണ്ടി പോകുന്നുണ്ടോ മോളിൽ കൂടെ? അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ചായ കുടിക്കാൻ പറ്റില്ല. പക്ഷെ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്തു കേട്ടോ. രാവിലെ ഇന്നത്തെ ദിവസം ഭയങ്കര പൊളിയായിരിക്കും. കാരണം നമുക്ക് രാവിലെ നല്ലൊരു തുടക്കമായിരുന്നു. ചായയും കൂടി ഉണ്ടായിരുന്നേ ഭയങ്കരമായിട്ട് നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ചായ മെയിനാണ്. ചിലപ്പോൾ ഒരു 500-1000 രൂപയ്ക്കൊക്കെ നമ്മൾ മുടക്കി വരുന്നത് ചിലപ്പോൾ ഒരു 10 രൂപയുടെ ചായക്ക് വേണ്ടിയായിരിക്കും കേട്ടോ. അത് വേറൊരു വൈബാണത്. ചില ആളുകൾ കളിയാക്കി പറയാറുണ്ട്, ചില ആളുകൾ വലിയ കാര്യത്തിൽ പറയാറുണ്ട്. ഞാനെന്തായാലും വലിയ കാര്യത്തിൽ പറയുന്നത് 500 രൂപ മുടക്കി വരുമ്പം ഒരു ചായ കുടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് വേറൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട തിരിച്ച് കോട്ടയത്താണ് കേസ്. പോയിട്ട് നമ്മൾക്ക് സ്പോട്ടിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റിയില്ല. തിരിച്ച് വരുന്ന വഴിക്ക് ചായ കുടിച്ചു. അപ്പോൾ എന്തായാലും മനസ്സ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഞാൻ എന്തായാലും തൽക്കാലം ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.